ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം 7 ഘട്ടങ്ങളിലായി അതിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുമ്പോൾ രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടുന്നത്. രണ്ടാം ഘട്ടത്തിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക. ഏപ്രിൽ 26-നാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. അന്നേ ദിവസം രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 13 സംസ്ഥാനങ്ങളിലായി 89 മണ്ഡലങ്ങളിലാണ്. അന്ന് കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അതായത് ഇനി നമുക്ക് മുൻപിലുള്ളത് 41 ദിവസമാണ്. 41 ദിവസത്തെ കാത്തിരിപ്പിന് അപ്പുറം നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി നമ്മൾ വോട്ടെടുപ്പിന്റെ എങ്ങനെയാണ് അതിന്റെ രീതികൾ നമ്മൾ നോക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രക്രിയ നോക്കുമ്പോൾ, ഏപ്രിൽ 4 വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുണ്ട്. ഏപ്രിൽ 5-നാണ് പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. അതിനുശേഷം ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പിൻവാങ്ങണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഏപ്രിൽ 8 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയവും മുൻപിലുണ്ട്. ഇനി ജൂൺ 4 നമ്മളൊക്കെയും കാത്തിരുന്നിട്ട് എന്താണ് ഈ 41 ദിവസവും അതിന് മുൻപുള്ള ദിവസങ്ങൾ. ഇപ്പോൾ കുറേ കാലമായല്ലോ പ്രഖ്യാപനം, തീയതി വരുന്നതിന് മുൻപ് തന്നെ പ്രചാരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം എന്താ എന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അത് ജൂൺ 4-നാണ്. ജൂൺ 4-ലേക്ക് നമുക്ക് ഇനിയുമുള്ള കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ, വോട്ട് നമ്മൾ ഏപ്രിൽ 26-ന് ചെയ്യും. പിന്നീട് ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. 39 ദിവസത്തെ വീണ്ടുമുള്ള കാത്തിരിപ്പ് നമുക്ക് മുൻപിലുണ്ട്. 2019 നമുക്കറിയാം, നമുക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അന്നിവിടെ 3-ാം ഘട്ടത്തിലായിരുന്നു നമുക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ പോലും അന്ന് ഇത്രയും ഒരു നീണ്ട കാത്തിരിപ്പിലായിരുന്നു. 1 മാസത്തെ കാത്തിരിപ്പിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം എന്തെന്നുള്ള അറിയാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇക്കുറി ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ള കാത്തിരിപ്പും നീളും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇനി കാത്തിരിക്കാം, കണ്ടറിയാം. ഈ പറഞ്ഞതുപോലെ തന്നെ പ്രചാരണമൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക്, ഏറ്റവും കൊടുമ്പിരി കൊള്ളുന്ന രീതിയിലേക്ക്, നാളുകളിലേക്ക്, മണിക്കൂറുകളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. 20 മണ്ഡലങ്ങളാണുള്ളത്. 20-ൽ 20 എന്ന് ഒരു UDF പറയുമ്പോൾ വലിയ വിജയം തന്നെ കൈയടക്കുമെന്ന് LDF, അട്ടിമറി ഉണ്ടാകുമെന്നൊക്കെ LDF പറയുമ്പോൾ BJP അവർ രണ്ടക്കമൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ താമര വിരിയിക്കും കേരളത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.